അപ്പോൾ 15 പേരിൽ 12 പേരും വാങ്ങുന്നത് അനർഹരാണ്. അതായത് യഥാർത്ഥ ആളുകളല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യതയുള്ള ആളുകളല്ല എന്ന് സർക്കാരിന് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്. അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. 2025 മാർച്ചിലെ ഏറ്റവും പുതിയ വീഡിയോ. അപ്പോൾ സർക്കാരിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ചില സർവേകളൊക്കെ ഉണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ ആളുകൾ തന്നെയാണോ, ശരിയായ എലിജിബിലിറ്റി അഥവാ യോഗ്യത ഉള്ള ആളുകളാണോ ഇതൊക്കെ വാങ്ങിക്കുന്നത് എന്നുള്ളൊരു സർവേ നടക്കുന്നുണ്ട്. അപ്പോൾ 15 പേരിൽ 12 പേരും വാങ്ങുന്നത് അനർഹരാണ്. അതായത് യഥാർത്ഥ ആളുകളല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യതയുള്ള ആളുകളല്ല എന്ന് സർക്കാരിന് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്. അല്ലെങ്കിൽ അതിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിവരം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ നിലവിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത മാസം ക്ഷേമ പെൻഷൻ ഇനിയും തുടർച്ചയായി കിട്ടുന്നതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള ചില ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും, അതായത് വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, അവിവാഹിത പെൻഷൻ തുടങ്ങിയ എല്ലാ സാമൂഹിക സുരക്ഷാ പെൻഷനും 1600 രൂപ വാങ്ങുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പഴയ പോലെയല്ല, ഇപ്പോൾ സർവേകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില സർക്കാരിന്റെ ചില വിലയിരുത്തലുകൾ അഥവാ വിശകലനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവരും ഈ ലിസ്റ്റിൽ പെട്ടേക്കണമെന്നില്ല. വരുന്ന പെൻഷനുകൾ, ഇനി വരും മാസങ്ങളിൽ വരുന്ന പെൻഷനുകൾ ചിലപ്പോൾ കിട്ടിയേക്കണമെന്നില്ല. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള പുതിയ ഗവൺമെന്റ് അറിയിപ്പുകൾക്കും സേവനങ്ങൾക്കും ഒക്കെയായി, ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കൊക്കെയായി തന്നെ പുതിയ ആളുകൾ എല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും വേണം. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ സർവേകളും മറ്റുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു കണിശമായിട്ടുള്ള അല്ലെങ്കിൽ കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാകാത്ത കാലഘട്ടത്തിലൂടെയായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടാകാത്ത മാസങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ സർക്കാർ അത് കൃത്യമായി 900 കോടി രൂപ മാസത്തിൽ സർക്കാരിന് കൊടുക്കാൻ വേണം. എന്നാൽ മാത്രമേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേരളത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂ. 25 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഉണ്ടെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് ബാങ്കുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കളക്ഷൻ ഏജന്റുമാർ, സഹകരണ സ്ഥാപനങ്ങളിലെ, സഹകരണ ബാങ്കുകളിലെ കളക്ഷൻ ഏജന്റുമാർ വീടുകളിൽ എത്തിക്കുന്ന വിധത്തിലുള്ള പെൻഷനും എല്ലാം കൂടി ഉൾപ്പെടെ ഏതായാലും 900 കോടി രൂപ സർക്കാരിന് ആവശ്യമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗുണഭോക്തൃ വിഹിതവുമുണ്ട്. 300-400 രൂപയൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ വിഹിതം അടയ്ക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ തന്നെ ഇത് കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യകത വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. ഒരുപാട് അനർഹർ ഇതിൽ കടന്നു പറ്റിയിട്ടുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അർഹരല്ല എന്ന് സൂചിപ്പിക്കുന്നത് സാധാരണ പറയുന്ന പോലെ തന്നെ ചില മാനദണ്ഡങ്ങൾ തന്നെയുണ്ട്. 2000 സ്ക്വയർ ഫീറ്റ് വീടിന് മുകളിലുള്ളവരാണ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റൂഫ്, വീടിന്റെ റൂഫ് എങ്ങനെയാണ്, അതുപോലെ തന്നെ മാർബിൾ ആണോ ഗ്രാനൈറ്റ് ആണോ ഒക്കെയുള്ള കാര്യങ്ങൾ വീടിന്റെ നോക്കുന്നുണ്ട്. പിന്നെ 1000 ക്യൂബിക് ഇഞ്ചിന് മുകളിലുള്ള വാഹനങ്ങളുണ്ടോ, അപേക്ഷകർക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്, 4 ചക്ര വാഹനങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, 4 ചക്ര വാഹനങ്ങൾ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അത് സ്വകാര്യമായിട്ട് ഉപയോഗിക്കുന്നവയാണോ എന്ന് പ്രത്യേകം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എ സി ഉണ്ടോ എന്ന് നോക്കും. എ സി ഉള്ള ആളുകളാണെങ്കിൽ ഇത് കിട്ടാത്ത സ്ഥിതി വരും. അപ്പോൾ വേറെ മറ്റൊരു പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പ്രശ്നം കിടക്കുന്നത് നമ്മളെ സേവന വെബ്സൈറ്റിൽ, പെൻഷന്റെ ബന്ധപ്പെട്ട സർക്കാരിന്റെ വെബ്സൈറ്റിൽ പേരിലുള്ള വ്യത്യാസമുണ്ടെങ്കിൽ, അതായത് സേവന വെബ്സൈറ്റിലും ആധാറിലും ഉള്ള പേരിൽ വ്യത്യാസമുണ്ടെങ്കിൽ ചിലപ്പോൾ പൈസ കുറഞ്ഞെന്ന് വരാം. അതായത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പെൻഷൻ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഇതാണ്. ഇനിയിപ്പോൾ വിഷു, ഈസ്റ്റർ അടുത്ത മാസത്തിൽ, ഏപ്രിൽ മാസത്തിലൊക്കെ വിഷു, ഈസ്റ്റർ പ്രമാണിച്ച്
3200 രൂപ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മാസമാണ് വരാൻ പോകുന്നത്. 3200 രൂപ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നവർക്കും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന ഒരു മാസമാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ എല്ലാ സമയത്തും പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ചിലപ്പോൾ കിട്ടിയേക്കണമെന്നില്ല. ഒന്നാമത് സർക്കാരിന്റെ സർവേ, രണ്ടാമത് ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സേവന വെബ്സൈറ്റിലുള്ള പേരിലെ വ്യത്യാസമോ മറ്റുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അതും കിട്ടാം. അപ്പൊ ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട, എല്ലാവരും തന്നെ പെൻഷൻ കിട്ടുന്നത് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.